ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒന്നാമത് ഒറ്റപ്പെട്ടിരിക്കുന്നു, പിന്നെ രാത്രി 12:30ക്ക് ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് തീരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നഴ്സിംഗ് പിള്ളേർ വന്നിട്ട് നമ്മുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വരും കേട്ടോ. പിന്നെ നമ്മുടെ അങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് പോയി. എന്നാലും ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചുണ്ട് നല്ല വരൾച്ച ഉള്ളതുകൊണ്ട് ഞാൻ ലിപ് ബാം എടുത്തിട്ടുണ്ടായി. പിന്നെ വെള്ളം കുടിച്ചു. ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം ആയതുകൊണ്ട് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇനി വേറെ പുതിയ വെള്ളം എടുക്കണം. പിന്നെ വേരിയൊക്കെ തട്ടി വിരിച്ചു. പിന്നെ ഇന്നലെ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം കണ്ടത് റാം കെയർ ഓഫ് ആനന്ദി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ടി വി ഒക്കെ ഓണാക്കി ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിവിടുന്ന് ക്യാൻറ്റീനിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പം നമുക്ക് 3 നേരത്തെ ഫുഡ് ഇവർ കൊണ്ടുതരും കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പഴം പുഴുങ്ങിയത് ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല ചൂടൻ സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഈ വിശന്നൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടു തരുമ്പോൾ എന്താ സുഖം. വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ അപ്പോഴാണ് തോന്നിയത്. പക്ഷേ വീടല്ലല്ലോ, എപ്പോഴും ഹോസ്പിറ്റൽ തന്നെയാണ്, അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. ചെറിയ പഴമായതുകൊണ്ട് പിന്നെ അത്ര ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. നല്ല പാകത്തിന് വെന്തിട്ടൊക്കെ ഉള്ളത്. പിന്നെ ചായക്ക് ഇച്ചിരി കടുപ്പം കൂടി പോയി, അന്നേരം അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്രം വേറെ വെക്കാനുള്ള ഒരു ടേബിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളൂ കേട്ടോ. നമ്മളൊന്നും അറിയണ്ട, റൂമിൽ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നാലും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം വന്നിരുന്നു. നമ്മൾ ഇന്നലെ വായിച്ച പുസ്തകത്തിൻ്റെ ബാലൻസ് വായിക്കാനുണ്ടായിരുന്നു. തുടങ്ങിയിട്ടുണ്ടായോളൂ, കുറച്ചേ ഞാൻ വായിച്ചോളൂ കേട്ടോ. പിന്നെ അതിരുന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു, ഉറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് കിടന്നുള്ളൂ. അപ്പോഴത്തേക്കും വിചാരിച്ചു ടി വി ആണെന്ന്. അങ്ങനെ പിന്നെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ സാറിനോട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ കിട്ടിയും വന്നപ്പോൾ എനിക്ക് ഉള്ളിവട കൊണ്ടുവന്നു കേട്ടോ. അത് കെട്ടിയവനെ കണ്ടപ്പോൾ പകുതി ഒരു ആശ്വാസമായി.